കൊഞ്ച് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ദേണ്ട കണ്ട നല്ല പുഴുക്ക്, മുളക് ചമ്മന്തി, പത്തിരിയും ബീഫ് റോസ്റ്റും പോട്ടിയും ഒക്കെയായി ഒരമ്മയുടെ കടയുണ്ട് ഈ കായലിനരികെ. നിങ്ങൾ ഒരിക്കലെങ്കിലും പോകേണ്ട മനോഹരമായ രുചിയിടം. നമസ്കാരം. മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലം ജില്ലയിൽ തുറയിൽക്കടം എന്ന് പറയും. ഈവനിങ് സമയമാണ്. ഞാനിവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്മയുടെ കടയുണ്ട്, ചെറിയ കടമുറിയിൽ പ്രവർത്തിക്കുന്ന കട. ഈ ഈവനിങ് സമയത്ത് നല്ല നല്ല വിഭവങ്ങൾ കിട്ടുന്ന കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും വന്നിട്ടുള്ളതാണ്. ആ ഒരു സംരംഭം നിങ്ങളിലേക്ക് വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. നല്ല ഗാനം ബാക്ക്ഗ്രൗണ്ടിൽ, വള്ളവും വെള്ളവും ഒക്കെ നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. മാത്രമല്ല അതെ എൻ്റെ ഫ്രണ്ടിൻ്റെ സുമിത്തിൻ്റെ അളിയനാണ്, അല്ലേ അതെ, ഇത് സുമിത്തിൻ്റെ അളിയനാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സുമിത്തും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ പറയാം, അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുക്കുനെ കണ്ടിട്ട് ഇപ്പം എത്ര വർഷമായെന്നറിയോ? ഞാൻ അമ്മയെ പരിചയപ്പെടുത്തിയിട്ട് ഇപ്പം കുറെ വർഷമായി. പഴയ കടയിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇപ്പം നല്ല അടിപൊളി ഒരു സ്ഥലത്തോട്ട് മാറി നല്ല പോട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര മണിയാകുമ്പോ എല്ലാ ഐറ്റംസും റെഡിയാവും? ഇതൊരു 3 മണിയാകുമ്പോഴത്തേക്ക് റെഡിയാവും. 3 മണിയാകുമ്പോൾ റെഡിയാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളത്? ഇന്ന് പോട്ടി, പിന്നെ കൊഞ്ച് റോസ്റ്റ്, കക്കയൊക്കെ തീർന്നു. പിന്നെ ബീഫ് റോസ്റ്റ്, ചൂരക്കറി ഉണ്ട്. ചൂരയും തേടും ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തോ കഴിക്കാനായിട്ട് എന്തൊക്കെയാ വരുന്നത്? കഴിക്കാൻ അരിപ്പത്തിരി ഉണ്ട്. കൊറേ ഐറ്റംസ് ഒക്കെ വന്നല്ലോ പുതിയത്. അരിപ്പത്തിരി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ചേമ്പ് പുഴുക്കാണ് മെയിൻ അല്ലേ? പുഴുക്കിന്റെ ചമ്മന്തി, പിന്നെ ചീനി ഒക്കെ ഉണ്ട്. അപ്പൊ കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വന്ന് കയറിയപ്പോ തന്നെ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോ സനീസ് എന്ന് വിളിച്ചു. അപ്പൊ തന്നെ എനിക്ക് സന്തോഷം. കാരണം നമ്മൾ എത്രയോ വർഷമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ആ സ്ഥലത്തു നമ്മൾ മാറി ഇപ്പൊ നല്ലൊരു സ്ഥലത്താണ് ഉള്ളത്. ഇപ്പൊ ആരൊക്കെ കൂടെ കച്ചവടം? ഒറ്റയ്ക്കാണ്. ഹസ്ബൻഡും ഉണ്ട്. സഹായിക്കാൻ വരും. എത്ര മണിയാകുമ്പോ ഓപ്പൺ ആവും അമ്മ? ഞാൻ 8:30 9 മണിയാകുമ്പോ ഒന്ന് ചീനിയും മീൻകറി ആക്കും രാവിലെ. പിന്നെ കക്കയിറച്ചി, ബീഫ് എല്ലാം റോസ്റ്റാ. വൈകുന്നേരം മാത്രമേ ഉള്ളൂ കച്ചവടം? അല്ല, രാവിലെ തൊട്ടുണ്ടോ? രാവിലെ അപ്പൊ തന്നെ തുടങ്ങും. രാവിലെ തുടങ്ങും. എന്നാലും എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആണെന്ന് തോന്നുന്നു. വൈകിട്ടാ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലിയൊക്കെ വരുന്നുണ്ട്. പിന്നെന്തോ വേണം. ഇപ്പൊ നല്ല ഉഷാറായിട്ട് അമ്മ പോട്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റോസ്റ്റൊക്കെ തീരാറായപ്പോഴാണ് സനി വന്നേന്ന്. ഇത് കൊഞ്ച് റോസ്റ്റ് ആണ്. കായൽ കൊഞ്ച അല്ലേ? കടലിലെ കൊഞ്ച. തൊട്ടടുത്ത് കടലും ഉണ്ട്, തൊട്ടടുത്ത് കായലും ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതെ, കൂടെ ഉള്ള ആളെന്ന് പറയുമ്പോൾ അന്നത്തെ വീഡിയോയിൽ ഇല്ലായിരുന്നു, അന്ന് എവിടെ പോയേക്കുമായിരുന്നു. ഇന്നതേ വന്നിട്ടുണ്ട്. ഇതാണ് ചേട്ടൻ. പൊരിച്ചൊക്കെ തീർന്നെന്ന്. ഒരെണ്ണം ഉണ്ട്. അയില അല്ലേ? അയിലുണ്ട്. അപ്പോൾ ഐറ്റംസ് എല്ലാം ഏകദേശം തീർന്നപ്പോഴാണ് ഞാൻ വന്നത്. അമ്മ രാവിലെ തുടങ്ങുന്നതാണ്. വൈകുന്നേരങ്ങളിലും ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുന്ന പറയുമ്പോൾ നല്ല അരിപ്പത്തിരി ഇരിപ്പുണ്ട്. അരിപ്പത്തിരിയും ബീഫും ഇരിപ്പുണ്ട് കേട്ടോ. അരിപ്പത്തിരിയും ബീഫും നല്ല കോമ്പിനേഷനാണ്. ഈ കായലിൻ്റെ ആംബിയൻസ് ഇരുന്ന് കഴിക്കുന്നവർക്ക് കായലിൻ്റെ ആംബിയൻസ് ഇരുന്ന് കഴിക്കാം. ഞാൻ മിക്കവാറും സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അകത്തിരുന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ മീൻകറിയുണ്ട്, കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, പുഴുക്കാണ് മെയിൻ. പുഴുക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു പുഴുക്ക് ചമ്മന്തിയുണ്ട്, അരിപ്പത്തിരിയും ബീഫും. ചാമ്പട്ടെ. അടിപൊളി, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അരിപ്പത്തിരിയും ബീഫ് റോസ്റ്റും കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ്. ഉഗ്രൻ. അച്ഛൻ പറയുന്നു കൊഞ്ച് റോസ്റ്റും അരിപ്പത്തിരിയും കൂടെ കഴിക്കാനാണ് ഇതിനെക്കാളും ടേസ്റ്റ് ഒന്നും. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊഞ്ച് റോസ്റ്റ് കടൽ കൊഞ്ചാണ് കേട്ടോ.
കൊഞ്ച് റോസ്റ്റും അരിപ്പത്തിരി നോക്കട്ടെ. നല്ല തേങ്ങാക്കൊക്കെ ഇട്ട് ഇതിനേക്കാളിലും എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, കൊഞ്ച് റോസ്റ്റിനേക്കാളിലും. കൊഞ്ച് റോസ്റ്റിനും അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ് അമ്മയുടെ ടേസ്റ്റ്. നമ്മുടെ കൈപ്പുണ്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നല്ല നല്ല ഫുഡാണ് കേട്ടോ. ഫുഡെല്ലാം വരുന്നവർക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അതിനകത്തൊരു സംശയം വേണ്ട. അമ്പലത്തിൽ ദീപാരാധന സമയത്ത് ഞാനിവിടെ നിന്ന് ബീഫും പുഴുക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വയ്യ. അപ്പുറത്തെ കരയിലാണ് അമ്പലം കേട്ടോ. അതിൻ്റെ മ്യൂസിക്കാണ് കേൾക്കുന്നത് ഇപ്പുറത്തെ കരയിൽ. ഏത് ക്ഷേത്രം അമ്മ അത്? ഏതാ? കുഴിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മയുടെ ഈ ഒരു കടയുള്ളത്. അവിടുന്ന് കടത്തുമുണ്ട് ഇങ്ങോട്ട് പുഴുക്ക്. കൊള്ളാം. മുളകൊക്കെ സ്പെഷ്യൽ മുളകാണ് കേട്ടോ പുഴുക്കിൻ്റെ. ആ, മണവുമുണ്ട് എരിവുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഇരുന്ന് കഴിക്കുന്ന ചേട്ടനില്ലേ ഈ വീഡിയോയിൽ കാണുന്നത്, ആ ചേട്ടൻ പറയാം നല്ല എരിവുണ്ടെന്ന്. പുഴുക്ക് ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ അല്ലേ? പുഴുക്ക് തിരക്കിയ പഴയ കാലത്തിലേക്ക് പോവാണ്. കപ്പയും പുഴുക്കുള്ള കടകൾ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ പിള്ളേർക്ക് വരെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ പുഴുക്ക്. വെറൈറ്റി ഭക്ഷണമല്ലേ? കാരണം ഈ അടിയിൽ വളരുന്ന സസ്യങ്ങളാണ് കാച്ചിലും ചേരയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുണ്ടാകുന്ന കാര്യമാണ്. പണ്ടത്തെ ആൾക്കാരുടെ ശരീരത്തിൻ്റെ രഹസ്യമാണ് പുഴുക്കെന്ന് പറയുന്നത്, കപ്പയും പുഴുക്കും ഒക്കെ. അപ്പോൾ പുഴുക്ക് അടിപൊളിയാണ്. ഇനിയുള്ളത് ഞാൻ വീണ്ടും റിട്ടേൺ വരികയാണ് നമ്മുടെ അരിപ്പത്തിരിയിലേക്ക്. ഇത് തേട് കറിയാണ് അല്ലേ അമ്മേ? നോക്കട്ടെ. ഇന്നലെ വീട്ടിലും തേട് കറിയായിരുന്നേ. അമ്മയുടെ ഇവിടുത്തെ തേട് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ വന്നപ്പോൾ മീൻ വറുത്തൊക്കെ തീർന്നു പോയി. ഒരെണ്ണം എനിക്ക് കൊണ്ട് തന്നേ ഇപ്പം അമ്മ കേട്ടോ. തേട് കറി എന്ന് പറയുമ്പോഴേ നമ്മളൊരു ഈ മുളക് കറി വെക്കുമ്പോൾ തലേദിവസം വെച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഉഗ്രനായിട്ടുണ്ട് കറി. പരുവത്തിനൊത്ത പുളിയും അതുപോലെ എരിവും. വാൽപീസ് എനിക്ക് കിട്ടിയതേ, വേറെ ഇല്ല, തീർന്നു പോയെന്ന്. ആ, വള്ളക്കാർ വല കഴുകാൻ വരുമ്പം ഇവിടെ കയറി കഴിക്കും. ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സാനിയനൊക്കെ വിളിക്കുന്നു. എവിടുന്നാണ് വിളിക്കുന്നത്? അപ്പുറത്തെ കരയെന്നാണോ ഇപ്പുറത്തെ കരയെന്നാണോ? അപ്പുറത്തെ കരയെന്നാ. ആര് വിളിച്ചാലും ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കഴിക്കാൻ പോകും. കൊള്ളാം. ദേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണേ, എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. അമ്മേ ഇത് സൂപ്പറാണ്. അമ്മയുടെ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. പോട്ടിയുണ്ട് കേട്ടോ. പോട്ടി ഞാൻ പറയാൻ, ഞാൻ ഇത് ആര് കഴിച്ച് തീർക്കാനാണ് ഇതെല്ലാം കൂടെ. അപ്പം അമ്മയുടെ ഈ ഒരു കടയുള്ള ചെറിയ കടയുള്ള സ്ഥലമെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ തുറയിൽ കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. മനോഹരമായിട്ടുള്ള കായലിൻ്റെയൊക്കെ ആംബിയൻസിൽ രാവിലെ മുതൽ 9 മണി മുതൽ അമ്മ പ്രവർത്തനമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആസ്വദിച്ചൊക്കെ പോവാം. അപ്പോൾ ഇനി തിരക്ക് കൂടുകയാണെങ്കിൽ അമ്മ വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. സാനി വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, കച്ചവടം ഉഷാറാവും. അമ്മയുടെ നമ്പറും കൂടെ ഞാൻ കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തേക്കാം. വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, ഇത് നമ്മുടെ ക്യാമറമാൻ കൊടുത്തേക്കാം. പാവം.